Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അരിയുണ്ട. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. അരിയുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടയരി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത അരിയാണ്. ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയരിയിലോ പൊന്നിയരിയിലോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി രുചി കൂടുതൽ കിട്ടുന്നത് ഈ മട്ടയരിയിൽ തയ്യാറാക്കുമ്പോൾ തന്നെയാണ്. ഇനി ഇത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. നല്ലോണം അരി എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അരി ഇളക്കുമ്പോൾ നല്ലോണം കിളുകുന്ന ഒരു സൗണ്ട് കേൾക്കുവേ, അതാണ് ഈ അരി മൂത്ത് വന്നതിൻ്റെ പാകം എന്ന് പറയുന്നത്. തേണ്ട ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പാത്രത്തിൽ നിന്ന് ഇനി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടിൽ അരിയെ കൂടുതൽ മൂത്ത് പോകാനിടയുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അരി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 3-4 ഏലക്കയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അരിയുണ്ടയിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ തേങ്ങാപ്പീരയുണ്ട്, അതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ വെള്ളം പോകുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. തേങ്ങയുടെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമേ ഇല്ല. തേങ്ങ ഇങ്ങനെ ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ അരിയുണ്ട കേടുകൂടാതെ കുറച്ച് ദിവസം പുറത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോവേ. അപ്പോൾ ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇത്രയും തേങ്ങ മൂത്താൽ മതി, അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇനി അരിയുണ്ടയിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് അരിക്ക് ഏകദേശം 125 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് അഴുക്കില്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കരയാണ്. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അരിയുണ്ട തയ്യാറാക്കുമ്പോൾ മണ്ണ് കടിക്കും. അരി പൊടിച്ചത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുക്കിയ ശർക്കര പാനി കുറേശ്ശെ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. ശർക്കര പാനി കുറച്ച് ചൂടുള്ളതായിരിക്കണേ, എന്നാലേ ഇത് നല്ലോണം ഉരുട്ടി കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ എല്ലാ ശർക്കര പാനിയും കൂടെ ഒഴിക്കല്, കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. ഇത് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.